ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്നേ ഒരു പുതിയ വീഡിയോയുമായി വരുന്നു കേട്ടോ. കർക്കിടകത്തിലുള്ള ലേഹം, കർക്കിടകത്തിൽ നമ്മൾ കഴിക്കേണ്ട ലേഹം കേട്ടോ അത്. ഈ ലേഹ്യം കഴിച്ചാലേ രക്തശുദ്ധിക്കും ശരീരവേദനക്കും എല്ലാറ്റിനും പരിഹാരം കേട്ടോ. നിറം വർദ്ധിപ്പിക്കാനും ഒക്കെ പറ്റും കേട്ടോ. ആരോഗ്യം ഉണ്ടാകാനും ഉന്മേഷത്തിനും ഒക്കെ പറ്റും. കർക്കിടകത്തിൽ എങ്ങനെയൊക്കെ ഒരു ലേഹം ഉണ്ടാക്കി കഴിച്ചു നോക്കി നിങ്ങൾ. ദിവസം ഓരോ ടീസ്പൂൺ കഴിച്ചാൽ മതി കേട്ടോ, അധികം കഴിക്കണ്ട. നല്ലൊരു ടേസ്റ്റുമാണ് കഴിക്കാൻ, ശരീരത്തിന് നല്ല ആരോഗ്യവും. കർക്കിടകത്തിൽ നമുക്കുണ്ടാകുന്ന ക്ഷീണങ്ങളൊക്കെ മാറാൻ കേട്ടോ, എല്ലാറ്റിനും പറ്റും. ഇതെല്ലാവർക്കും കഴിക്കട്ടോ. ഇതിലധികം ചേരുവകളൊന്നും കൂട്ടണില്ല. കുറച്ച് ഉലുവയും ചെറിയുള്ളി, കുരുമുളക്, പിന്നെ പനിക്കൂർക്കൻ്റെ ഇല, കുറച്ച് രാഗി, ഇതൊക്കെ കൂട്ടണുള്ളൂ. തേങ്ങാപ്പാൽ, നെയ്യൊന്നും അധികം കൂട്ടണില്ല കേട്ടോ. നെയ്യൊക്കെ കുറച്ചേ കൂട്ടണുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനായിട്ട് ഞാൻ 1 കിലോ ഉള്ളി, 100 ഉലുവ വെള്ളത്തിലിട്ട് നല്ലോണം കുതിർത്തിയ ഉലുവ മിക്സിയിൽ നല്ലോണം വേവിച്ചുങ്ങാണ്ടേ, ഉലുവയും ഉള്ളിയും ചെറിയുള്ളിയും കൂടി നല്ലോണം കുക്കറിൽ വേവിച്ചു, വിസിലൊക്കെ വരുത്തി. വെന്തിട്ട് തണുത്തിട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുത്താട്ടത്. അധികം വെള്ളം ചേർക്കാതെ കേട്ടോ അടിച്ചിക്കണത്. അതൊക്കെ കഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ബാക്കി പനിക്കൂർക്ക കൊടുന്ന് നല്ലോണം ജ്യൂസാക്കിയിട്ടുണ്ട്, അതൊക്കെ ജ്യൂസാക്കിയിട്ടുണ്ട്. ശർക്കര 1 കിലോ ശർക്കര നന്നായി ഉരുക്കിയിട്ട് അത് അരിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം, ഒരു 100 ചെറിയ ജീരകം, ഒരു 3 ടീസ്പൂൺ കുരുമുളക്, ഇത് പൊടിച്ചുങ്ങാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ പനിക്കൂർക്കൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് ഒഴിച്ചൊന്ന് ഇളക്കി, കുരുമുളകും ചെറിയ ജീരകം കൂടിയും പൊടിച്ചത് ഇട്ട് കൊടുത്തു. അതും ഇളക്കി, ഒക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ലാസ്റ്റ് തീ കത്തിച്ചാൽ മതി കേട്ടോ. പിന്നെ 3 തേങ്ങൻ്റെ പാൽ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലാണ്, തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിലൊന്നും വല്ലാതെ വെള്ളം കൂട്ടാതെ ഒരു പാകത്തിന് വെള്ളം കൂട്ടി അടിച്ചെടുക്കണം കേട്ടോ. 1-ാം പാലും 2-ാം പാലൊക്കെ എടുക്കാം. ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് കുറച്ച് തേനും ഒഴിച്ചു കൊടുക്കണം. ഞാൻ തേൻ ഒഴിക്കണത് മറന്നിരുന്നു. നല്ല വൈദ്യശാലയിൽ നിന്ന് കൊടുക്കുന്ന തേനുണ്ടായിരുന്നു ഇവിടെ, അതും ഒഴിച്ചു കൊടുത്തു. ഉലുവ ഇടുമ്പോൾ കുറച്ച് മധുരമാണ്, അല്ലെങ്കിൽ ഈ ഉലുവൻ്റെ കയ്പ്പ് ഉണ്ടാവുമല്ലോ. ഇത് ഉലുവൻ്റെ കയ്പ്പൊന്നുമില്ല കേട്ടോ, ഉലുവ തീരെ കയ്പ്പില്ല. അത് ഞാൻ ആദ്യം 2-3 വട്ടം വെള്ളമൊക്കെ മാറ്റി വെച്ചിരുന്നു കഴുകിങ്ങാണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു കപ്പ് രാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. രാഗി നല്ലൊരു സാധനമാണല്ലോ, എല്ലാറ്റിനും പറ്റുന്നതാണ്. എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റും രാഗി. അങ്ങനെ അധികം കൂട്ടൊന്നുമില്ല, നല്ല സാധനങ്ങളാണ് കൂട്ടിയിരിക്കണേ നമ്മൾ. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇനി ഏതായാലും ഇത് 2 മണിക്കൂർ നേരം ഇളക്കണം കേട്ടോ. ആദ്യം നല്ലോണം നല്ലോണം ചിരട്ടി ഇതൊക്കെ ഇട്ടിട്ടേ നല്ല അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, അപ്പോഴേ ശരിയാവുള്ളൂ. അത് നല്ലോണം കത്തിച്ച് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. തേനും രാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ തേനും ചേർത്ത് കൊടുക്കാം. ഒക്കെ ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് പൊടിയൊക്കെ നല്ലോണം അതിൽ എല്ലാതും അലിഞ്ഞ് ചേർന്ന് കട്ടകളൊന്നും ഇല്ലാതൊക്കെ അലിച്ച് ലാസ്റ്റ് നല്ലോണം കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടേ കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ. ഒന്ന് തള വരുവോളം നമ്മൾ കൈ എടുക്കാതെ ഇളക്കുക തന്നെ വേണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമെന്ന് മഴ ഇടക്കോരൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നല്ലത് ഇളക്കണം, അടി പിടിക്കുമല്ലേ. വറ്റിനോടുകൂടെ ആ കനൽ മാത്രം മതി പിന്നെ വേകാൻ കേട്ടോ. അടിയിൽ നല്ല കനലുണ്ടാവും. തേനും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കുപ്പിയിൽ ലേശം തേനുണ്ടായിരുന്നു, വൈദ്യശാലയിൽ നിന്ന് കൊടുക്കുന്ന തേന, അതും കൂടി ഒഴിച്ചു കൊടുത്തു. തേനൊക്കെ നല്ലൊരു ഔഷധങ്ങളുള്ള സാധനമാണല്ലോ. കർക്കിടകത്തിലൊക്കെ അങ്ങനെ ഒരു ലേഹം ഉണ്ടാക്കിയാലേ കുപ്പികളിലാക്കിയാൽ ഇതിപ്പോൾ 2 കിലോ ലേഹം ഉണ്ടായിട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഇത്ര ചേരുവകൾ ചേർത്തപ്പോഴേ. ഇനി നമുക്കിന്നാൽ തുടങ്ങിയാലോ? തീയൊക്കെ നല്ലോണം കത്തിച്ച് അങ്ങനെ ഇളക്കി കൊടുക്കണം.
കുറച്ച് നേരം മെനക്കെടണത് ഉണ്ടാക്കണമെങ്കിൽ. പക്ഷെ മെനക്കെട്ടാലും നല്ലൊരു സാധനമാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ ഒന്നുമല്ല, നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ. എന്തൊക്കെ നമ്മൾ ചേർത്തു എന്ന് നമുക്കറിയാലോ. ഇതിൽ നെയ്യൊന്നും നമ്മൾ അധികം ചേർക്കണില്ല. തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാവും, അതുകൊണ്ട് അടി പിടിക്കില്ല തേങ്ങാപ്പാലിൻ്റെ അവിടെ. പിന്നെ ലാസ്റ്റ് ഇത് വറ്റി വരുമ്പോഴേ കുറച്ച് നെയ്യ് ഇങ്ങനെ ചേർത്തൊന്ന് മുറുകാൻ വേണ്ടിയിട്ട് അടി പിടിക്കണേന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ലേഹ്യം ഇങ്ങനെ പാകമായി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടി ഇളക്കണം.
അങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചെറിയ കനലുള്ളൂ കേട്ടോ, അതിലങ്ങനെ ഇളക്കി കൊടുക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഗെയ്സ് നമ്മുടെ ലേഖയൊക്കെ ഉഷാറായി വന്നിട്ട് നമുക്ക് കുപ്പിയിലാക്കട്ടോ. അങ്ങനെ 4 കുപ്പിയിലാക്കിയിട്ടുണ്ട് ഒരു ഭരണിയിലും. ഈ വീഡിയോ ഇഷ്ടമായ